Masters, Comedy Masters, Comedy Masters. നമസ്കാരം സാർ. നമസ്കാരം. എന്നെ പഠിപ്പിക്കാൻ വന്നതാണോ സാറ്? നമുക്ക് ആരെയും ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ശരിക്കും സാറ് സബ്ജക്റ്റിനേക്കാളും കൂടുതൽ മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടാണ് പലയിടത്തും വർക്ക് ചെയ്യുന്നതെന്നാണോ പറയുന്നത്? അതോ യു ഹാവ് എ കമ്മ്യൂണിറ്റി? ഞാൻ നേരത്തെ സ്കൂളിൽ അധ്യാപകനായിരുന്നു. ആണ്. ഓക്കെ. സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്ത സമയത്ത് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, കുട്ടികളുടെ ആരോഗ്യ മാനസിക വിദ്യാഭ്യാസ വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അതിൻ്റെ ഒരു ട്രെയിനിങ് കഴിഞ്ഞു. അതിന് ക്ലാസ് എടുക്കാനായിട്ട് പോയി. അങ്ങനെ പോയി ക്ലാസ് എടുക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ സ്കൂളിലെ 2500 കുട്ടികൾക്കപ്പുറം കുട്ടികൾ അനുഭവിക്കുന്ന വളരെ ഗൗരവമുള്ള കുറേ വിഷയങ്ങൾ, അവർ കടന്നു പോകുന്ന അച്ഛനോട് പറയാത്ത, അമ്മയോട് പറയാത്ത, കൂട്ടുകാരോട് പറയാത്ത കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികളെ സഹായിക്കാൻ എൻ്റെ സ്കൂളിലെ ജോലി മാറ്റി വെച്ച് കഴിഞ്ഞ ഒരു 25 വർഷക്കാലമായി ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് താരവിളയാട്ടത്തിൽ ക്ലാസ്സിന് പോയാലും പെർഫോമൻസ് കാണാൻ പറ്റുമോ സാറിന്റെ? നമുക്ക് നോക്കാം. ഓക്കെ, എന്താ ചെയ്യാൻ പോകുന്നേ? എനിക്കൊരു ബോർഡ് തരാമോ? ഒരു ബോർഡും പെന്നും വരട്ടെ. ഓക്കെ, അപ്പൊ ആ ബോർഡ് വന്നു, പെൻ വന്നു, ഒപ്പം തന്നെ കുറെ സാധനങ്ങൾ വന്നു. ഓക്കെ, താങ്ക് യു. എലീനയോട് ഞാൻ ചോദിക്കുന്നു, 1 എന്ന് അക്കത്തിൽ എഴുതുന്നത് എങ്ങനെയാണ്? ONE. സോറി, സാർ വേണേ പറയാം. 1. ഒന്ന് ഞാൻ ആദ്യം കാണിച്ചു. ഇങ്ങനെയല്ലേ? ഇങ്ങനെന്നല്ല, എങ്ങനെയാണെന്ന് പറയണം. ഒരു വര പോലെ. ഒരു വര. ശരിയായ ഉത്തരം. നല്ലൊരു കൈയ്യടി കൊടുക്കാം. വളരെ നന്നായി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഒരു വരയാണ്. ഒരു വര വരച്ചല്ലോ. ഒന്നായില്ലേ? അതായിട്ടില്ല. അങ്ങനെയല്ല, മുകളിൽ നിന്ന് താഴേക്ക് ഒരു വര. എന്നോട് ഒരു വരയെന്നാണ് പറഞ്ഞത്. അതെ, മോളിൽ താഴേക്ക് ഒരു വര. ഓക്കെ, മോളിൽ താഴേക്ക് ഒരു വരയല്ല, ഞാൻ 2 വര വര. എന്നാ എനിക്ക് പറയാൻ അവസരം കിട്ടും? എന്താണ്? തീർച്ചയായിട്ടും. നീണ്ട ഒരു വര. നീണ്ട ഒരു വര എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കവിഞ്ഞങ്ങ് പോകത്തില്ലേ? ഇത് വളയാത്ത ചെറിയ മേളീന്ന് താഴേക്കുള്ള ഒരു വര. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ്, കുഞ്ഞുങ്ങളെ സ്നേഹിച്ച കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ട്, ഒന്നെങ്ങനെ എഴുതാം, ഒന്നൊരു വര, ഒറ്റ വര, വളവും വേണ്ട പുളവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര, കുത്തനെ ഒരു വര കുറിയ വര. എലീന എന്തോ നോക്കൂ, ഒന്നായോ? ഒന്നായോ? ഒന്നായില്ലേ? ഒന്നായോ? നന്നായോ? നന്നായില്ല. നമ്മളിപ്പോ വേണമെങ്കിൽ ഒന്നായില്ലേ? എലീന പറയുന്ന ഇങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞല്ലേ? ഇതൊന്നായോ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നന്നായോ? നന്നായി വെച്ചാൽ കുഴപ്പമില്ല. നന്നായില്ല. ഒരുമാതിരി നന്നായില്ലേ? ഒന്നായി, നന്നായി, ഒന്നായപ്പോൾ നന്നായി, നന്നായപ്പോൾ ഒന്നായി, ഒന്നായാൽ നന്നാവാം, നന്നായാൽ ഒന്നാവാം, നന്നായി ഒന്നായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, നന്മയുടെ പ്രകാശം പരത്തുന്ന ഒരു ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. നോക്കൂ. അടുത്ത നിമിഷം ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു പോകും. അടുത്ത നിമിഷം ഈ ഭൂമിയിൽ നിന്ന് ഈ മെഴുകുതിരി അലിഞ്ഞില്ലാതാവും. അപ്പോഴും അത് മറ്റുള്ളവർക്ക് നന്മയുടെ, അന്ധകാരത്തെ മാറ്റി നന്മയുടെ പ്രകാശം പകർന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത. എലീന ഇഷ്ടമുള്ള നമ്പർ പറയാം. ഇഷ്ടമുള്ള നമ്പർ 3. ഓക്കെ, 3. 2 തരത്തിലുള്ള 3 ഉണ്ട്. ഇതൊരു 3 ആണ് അല്ലേ? അയ്യോ, ഓക്കെ, ഇത് 3 അല്ലേ? അതെ, 3 ആണ്. അയ്യോ എന്ന് പറഞ്ഞു. അല്ല, പണി വീണ്ടും വരുന്നത് ഞാൻ അങ്ങനെയല്ല. 3 ഇങ്ങനെ എഴുതിയിട്ട് തണ്ട് ഇങ്ങനെ വെച്ചാൽ നമുക്കൊരു ചിത്രമാവും. പക്ഷിക്കുഞ്ഞ്, കോഴിക്കുഞ്ഞ്, കോഴിക്കുഞ്ഞ് പറയാം. ഇങ്ങനെ ഒരു 3 ഉണ്ട്, ഇങ്ങനെ ഒരു 3 ഉണ്ട്, കണ്ടില്ലേ? ഈ 3 എഴുതിയാലും നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും. മരംകൊത്തിയാണോ? മരംകൊത്തി ആണോന്നോ? അല്ലേ? മരംകൊത്തിയെ പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് ഇവിടുന്ന് മരംകൊത്തിയെ പോലെ തോന്നിച്ചല്ലേ. ആനയെ വരയ്ക്കാൻ അറിയാമോ? ആനയെ വരയ്ക്കാൻ ബാക്ക് വരയ്ക്കാൻ അറിയാം. അയ്യോ, പണി മേടിക്കാൻ. അയ്യോ, ഇത് ഭയങ്കര പാടാ കേട്ടോ. ഇത് എന്തോ സംഭവം? ഇത് 2 കോടിക്ക് ലേലം. ഫ്രണ്ടില് പൂരം നടക്കുന്നതിന്റെ ബാക്ക് സൈഡാ, മതിലിന്റെ അപ്പുറത്താ. വടിയെടുത്ത് ഒരു അടി കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കുരുത്തക്കെട്ട വെച്ചു. നോക്കൂ, നമുക്ക് ആർക്ക് വേണമെങ്കിലും ആനയെ വരയ്ക്കാം. എ എന്ന് പറയുന്ന അക്ഷരം എഴുതാം, ഗ എന്ന് പറയുന്ന അക്ഷരം, ജെ എന്ന് പറയുന്ന അക്ഷരം, സ എന്ന് പറയുന്ന അക്ഷരം, സി എന്ന് പറയുന്ന അക്ഷരം. എ, ഗ, ജെ, സ, സി അറിയാമോ? ഇതൊക്കെ അറിയാം. ഇതെല്ലാം അറിയാം. അങ്ങനെയാണെങ്കിൽ ആനയെ വരയ്ക്കാം. നോക്കൂ, നമ്മളിവിടെ എ എഴുതുന്നു. ഇനി കൂടെ നിന്നോണേ. ജെ, സ, സി, കണ്ടല്ലേ? അത് പൊളിച്ചു, സൂപ്പർ.
അടുത്തത് അപ്പം എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? മാജിക് ആണ്. മാജിക്. ഇവിടെ ഷീലാമ്മയ്ക്ക് മാജിക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല ഷീലാമ്മ മാജിക് പഠിക്കണം. ഷീലാമ്മയെ മാജിക് പഠിപ്പിച്ചിട്ട് ഞാൻ പോകുന്നു. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇത് പഠിപ്പിക്കുള്ളൂ. എൻ്റെ കയ്യിൽ ഒന്നിട്ട് ചെറിയ സാധനങ്ങൾ ഇത് ഞാനിങ്ങനെ ചേർത്ത് വെക്കാണ്. ഇത് ചേർത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആവും. കണ്ടില്ലേ? ട്രയാങ്കിൾ ആയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ നമ്മുടെ ഇവിടെ ഏറ്റവും കുസൃതിയുണ്ട്, വലിയൊരാളാണെന്ന് സംഭവമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉടനെ അതിങ്ങനെ ആക്കി തരും. പിടിച്ചോ. ഞാനിത് ട്രയാങ്കിൾ ആക്കണോ? അതെ, വളരെ വേഗം ചെയ്യാവുന്നതാണ്. കൈ വെച്ചു ചെയ്തു. ട്രയാങ്കിൾ ആക്കണം അല്ലേ? അതെ. നാദിർ ഷാ സാർ ഇതൊന്ന് പരിശോധിക്കുന്നോ? ഇത് കണ്ടില്ലേ? ഇതൊരു ട്രയാങ്കിൾ. വളരെ നിസ്സാരമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചെറിയ ട്രയാങ്കിൾ. ഈ സാർ ഒന്ന് നേരെയാക്കി തന്നോ. അങ്ങനെ ഈ ട്രയാങ്കിൾ ഉപേക്ഷിക്കട്ടെ അതോ ചെയ്യണോ? അല്ല, ഇതിന്റെ പ്രശ്നം ഇത് കണ്ടില്ലേ? ഞാനിത് വളരെ വേഗത്തിൽ ചെയ്തു. ഇത് സാറിന് കൊടുത്തോട്ടെ. സാർ കുറച്ച് നേരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെയാണോ? ഇങ്ങനെ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? സാർ ഇതൊന്നും ചെയ്തോളൂ. എനിക്ക് അത് തന്നെ അറിയാമല്ലോ. ഇത് ഞാൻ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോഴാണ് ഇത് ട്രയാങ്കിൾ ആവുന്നത്. നിസ്സാരമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കണ്ടില്ലേ? ട്രയാങ്കിൾ എങ്ങനെ വെച്ചാൽ ട്രയാങ്കിൾ മനസ്സിലായി. ഇപ്പൊ കിട്ടി. കിട്ടി. ഏയ് അറിയാമല്ലോ. ഇത് ഞാൻ പഠിച്ച് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാക്കാത്തവർ ഇങ്ങനെയായിട്ട് കുഴച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. അവരുടെ പ്രശ്നങ്ങൾ ഇത് മനസ്സിലാക്കുന്ന അച്ഛനും അമ്മയും എന്ന് പറയുന്നത് അറിവിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് പരിഹരിച്ചു കൊടുക്കും. പക്ഷെ അവർ പലപ്പോഴും അവരുടെ കൂട്ടുകാരോട് മറ്റുള്ളവരോട് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ശരിയായി കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ കഴിയാത്ത, ശരിയായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളോട് ഇത് പറയുന്നതുകൊണ്ട് എന്ത് പറ്റും? അവര് ഇങ്ങനെ ഇട്ട് കുഴച്ചുകൊണ്ടിരിക്കും. ഇല്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഇന്നൊരു ദിവസമല്ല 10 ദിവസം കിട്ടിയാൽ പോലും നമ്മൾ ശരിയാക്കും തോന്നുന്നില്ല. എലീനെ കല്യാണം കഴിച്ചാണ്. പിന്നെ കുട്ടികൾ ഇല്ല. കുട്ടികളാവുമ്പോൾ അവർക്ക് ചിത്രങ്ങൾ വരച്ച് പഠിപ്പിക്കാനായിട്ട് എന്റെ വകയായിട്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ചിത്രകലയുടെ ഒരു ബുക്കാണ്. ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ബുക്ക്. എന്റെ ബുക്കിന്റെ പേര് കിഡ്സ് ആർട്ട് അല്ലേ?